ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഏതാണെന്നറിയോ? നാളെ എൻ്റെ മോളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണി സമയമായി. അപ്പോൾ വിചാരിച്ചു ഒന്ന് ഇവിടെ കാണിയിൽ അടുത്തെന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല, ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട് ഇവിടെ, തിരൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു ഫാൻസി സ്റ്റോർ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ഫാൻസി സ്റ്റോർ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, നാളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കുറച്ച് വളകൾ, അതുപോലെ കമ്മല്, പിന്നെ അതുപോലെ തന്നെ ക്രൗൺ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്രിസ്മസ് ടൈമിൽ ഒരു ക്രൗൺ ഒരു അടിപൊളി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ക്രൗൺ വാങ്ങിക്കാം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് എൻ്റെ കൂടെ ആ ഒരു ഫാൻസി സ്റ്റോറിലേക്ക്. ഞാൻ തൃശ്ശൂരിൻ്റെ ഒരു വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് അല്ല കേട്ടോ, അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇതും ഒരു മെയിൻ ജംഗ്ഷൻ തന്നെയാണ് തിരൂര്. അപ്പോൾ നമുക്ക് അവിടെ പോയി ആ കടയിലെ കാഴ്ചകളും അതുപോലെ എന്തെല്ലാമാണ് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എന്ത് പറയുന്നു? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സന്ധ്യാസ് വ്ലോഗ്സിലേക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കയറിയാലോ? വരും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് തിരൂർ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു പള്ളിയുണ്ട് കേട്ടോ, സെൻറ് തോമസ് ചർച്ച് എന്ന പേര്. അതിൻ്റെ കവാടമാണ് കേട്ടോ, മുകളിൽ ഇങ്ങനെ ഉയർന്നൊരു ഗോപുരം പോലെ കണ്ടോ. അത് പള്ളി കുറച്ച് അകത്തേക്ക് കയറിയാണ്. അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഫാൻസി സ്റ്റോർ. അതായത് നമ്മൾ അതിനകത്തേക്ക് കയറി. ശരിക്കും ഞാനിവിടെ വന്നത് ഒരു ക്രൗണും അതുപോലെ മാലയും അതിൻ്റെ മാച്ചിങ് വളയും വാങ്ങിക്കാനാണ്. പക്ഷെ കയറി ചെല്ലുമ്പോൾ കമ്മലുകൾ കണ്ടിട്ട് എൻ്റെ ദൈവമേ, ഞാൻ ഒന്ന് നിന്നുപോയി കേട്ടോ. കുറച്ച് നേരത്തേക്ക് എനിക്ക് പിന്നെ അവിടെ നിന്ന് നീങ്ങാനേ പറ്റിയില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ക്രേസാണ് കമ്മൽ. എൻ്റെ പോലെ കമ്മൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? ഇനി അടുത്തത് നല്ല അടിപൊളി മാലയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇതൊക്കെ? ഇതൊക്കെ ട്രഡീഷണൽ സെറ്റ്സ് ആണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ ആയിട്ട് ഇപ്പം നമുക്ക് എപ്പോഴും ഇപ്പോൾ ഗോൾഡ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ചില എത്രയോ സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഗോൾഡ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ റോട്ടിൽ നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം ഇപ്പം പിടിച്ചു പറിക്കലും ഇതൊക്കെയാണ്. പിന്നെ ഗോൾഡിൻ്റെ റേറ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് കൂടി വരുവാണ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലതാണല്ലേ ഇടാനായിട്ട്. എന്തുമാത്രം കളക്ഷൻസ് എന്നറിയോ? മാലകളൊക്കെ ഒരുപാട് വെറൈറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള മാലകളും ഇതൊക്കെ ഞാൻ കണ്ടു. ഇത് കുട്ടികളുടെ ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. അതുപോലെ ക്ലിപ്സ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ക്രിസ്മസ് സമയം ആയതുകൊണ്ടേ മിക്ക സ്കൂളുകളിലും ഈ ക്രിസ്മസ് ഫ്രഞ്ചിനെ സെലക്ട് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഉണ്ട് ഇവിടെ. അത് വാങ്ങിക്കാനും വേണ്ടി കുറേ പാരൻസും കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഗോൾഡൻ കളറുള്ള ആ തരത്തിലുള്ള കമ്മലുകളൊക്കെയാണ് കേട്ടോ ഈ സൈഡിലുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കമ്മലുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്നതിനെക്കാട്ടും കുറേ വ്യത്യസ്തമായ പല വെറൈറ്റി കമ്മലുകൾ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഷോപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് നീളത്തിന് ഇങ്ങനെ അകത്തേക്ക് നീണ്ട് കിടക്കുവാണ് ഷോപ്പ്. നമുക്ക് എത്ര എടുത്താലും തീരുന്നില്ല. അത്രയ്ക്ക് മാത്രം കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ്.
ഞാൻ ചെറിയൊരു ഭാഗം മാത്രം എടുക്കുന്നത്. എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ട് കുറേ കമ്മലുകൾ ഇവിടെ തോന്നി കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത്. എന്നെപ്പോലെ തന്നെ ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതൊരു വ്യത്യസ്തമായ ടൈപ്പ് അല്ലെങ്കിൽ ഹാങ്ങിങ് അതിൻ്റെ താഴത്തെ ഒരു കുടം പോലെ നല്ല ഭംഗിയാണ്. അല്ലാതെ ഞാൻ അങ്ങനെ അധികം എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ഷോപ്സിൽ ഈ കമ്മലുകൾ നോക്കി ഇങ്ങനെ നടന്നിട്ടുണ്ട്. എവിടെ പോയാലും കമ്മലുകൾ നോക്കും. പക്ഷെ എനിക്ക് ഇങ്ങനത്തേക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി കേട്ടോ ഇവിടെ കണ്ടപ്പോൾ. ഈ മാല എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിക്കുവാണേ. മോക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടോ? കുട്ടികൾക്ക് ഇടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള മാലയാണ്. നല്ല കല്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. കാരണം മോളുടെ ഡ്രസ്സ് ഒരു ബേബി പിങ്ക് കളറാണ്. അപ്പോൾ അതിന് നന്നായിട്ട് സ്യൂട്ടാവും. പിന്നെ ഭയങ്കര വലിപ്പമൊന്നുമില്ല, സിമ്പിളാണ്. മുകളിലൊക്കെ നല്ലൊരു എന്താ പറയുക, ഡയമണ്ട് ഫിനിഷിങ് പോലെ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കുവാണേ. പിന്നെ ഇതാ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് മാലകൾ. ഇതൊക്കെ കണ്ടോന്നേ എന്തൊരു ഭംഗിയാണ് ശരിക്കും. നമുക്കൊരു സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് മാച്ചിങ് ആയിരിക്കും അല്ലേ ഇതെല്ലാം. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു, കുറച്ച് ലോങ് ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഏറ്റവും കംഫർട്ടബിൾ. കാരണം നമുക്ക് സമാധാനത്തോടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ടെൻഷനായിരിക്കും. നമുക്ക് ഇതാവുമ്പോൾ സുഖമായിട്ട് ട്രാവൽ ചെയ്യാം, നല്ല സമാധാനത്തോടെ നമുക്ക് പോകാം ഇല്ലേ. ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും ശരി, നമുക്ക് ഇപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള ട്രാവലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാമല്ലോ ഇതൊക്കെ കഴുത്തിലിട്ടാൽ. ഗോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. ഇത് നോക്കുക എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ. ശരിക്കും റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയതാണല്ലേ. നല്ലൊരു റെഡ് സാരി റിസപ്ഷനൊക്കെ ഇടുമ്പോൾ ഇതെന്ത് ഭംഗിയായിരിക്കും. സിമ്പിളാണ്, എന്നാൽ അതുപോലെ ഭംഗിയുമാണ് കാണാനായിട്ട്. ഈ റെഡ് ഇതൊക്കെ കണ്ടോ, ബ്ലാക്ക് സാരീൻ്റെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചതിനൊന്നുമല്ലോ കേട്ടോ. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ലേഡീസിനും ഇഷ്ടമായിരിക്കും അല്ലേ. ഇത്തരം മാലകൾ കമ്മലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, റിസപ്ഷൻ വെയേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. വലിയൊരു കമ്മലും ഇതേപോലത്തെ സിമ്പിൾ മാലയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ഒരു ബ്ലാക്കിന് നല്ല സിൽവർ ഗിൽറ്റ് കളർ സാരി കൊടുത്ത് റിസപ്ഷന് പോയി എന്താ ഭംഗിയായിരിക്കും അല്ലേ കാണാൻ. നല്ല തിരക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മിക്ക സ്കൂളുകളെയും ക്രിസ്മസിനൊരു ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തൊരു പതിവുണ്ട് ഇല്ലേ. ഞാനൊക്കെ കുട്ടിക്കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇത് കാണുന്ന വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് പറയണേ, അതുപോലെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അത് ഭയങ്കര സന്തോഷമല്ലേ. ആരായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തേ ഇല്ലല്ലോ, നമ്മൾ ആ ടൈമിലല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കുറേ അകത്തേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഈ ഷോപ്പ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയും കുറേ ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പോലെ നല്ല ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുട്ടികൾക്ക് ചെറിയ ചെറിയ മാലയൊക്കെ വാങ്ങിക്കാനും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലിപ്സുകളുടെ ഒരു കളക്ഷൻസാണ്, പല കളർ ക്ലിപ്സ്. പിന്നെ ഇത് പൊട്ടുകൾ, അത് നമ്മളെല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ പൊട്ടുകളും. അതിൻ്റെ കളക്ഷൻസ്. ഇതേപോലത്തെ കല്ല് വെച്ച് പൊട്ട് ഞാൻ മോക്ക് നോക്കി, പക്ഷെ അതിങ്ങനെ തൊട്ട് കഴിയുമ്പോഴേ കാണില്ല പൊട്ട് തൊട്ടതായിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പിങ്ക് കളറുള്ള പല കളറുള്ള പൊട്ടുകൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ വീടെത്തിയിട്ട് ഏതൊക്കെയാണ് വാങ്ങിയതേ. ഇതിങ്ങനെ അകത്തേക്കാണ് കേട്ടോ ഈ ഷോപ്പ്. ഒരുപാടുണ്ട്, നമ്മൾ നടന്നാലും തീരാത്തത്ര അകത്തേക്കുണ്ട്. ഹെയർ ബാൻഡ്സിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻസാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ്സാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നെയിൽ പോളിഷിൻ്റെ കുറേ കളക്ഷൻസ്. ഈ വള എങ്ങനെയുണ്ട്, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഞാനിത് ഒരു 3 ഡസൻ വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 കൈ നിറച്ചിടാം കേട്ടോ. ഒരു സിൽവർ കളറാണ്, നല്ല ഭംഗിയുണ്ട്. കാരണം ആ മാല വാങ്ങിച്ചത് അങ്ങനത്തെ ആയതുകൊണ്ട് സിൽവർ കളറിലൊരു കല്ല് വെച്ച പോലത്തെ മാലയാണല്ലോ ഞാൻ മോക്ക് വാങ്ങിയത്, കണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഈ ഒരു വളയാണ്. ഇതെനിക്ക് 3 ഡസൻ ഉണ്ട് കേട്ടോ, അത് വാങ്ങിച്ചു.
പിന്നെ ഇത് ഇവിടെ മുഴുവൻ സ്റ്റെഡിൻ്റെ കളക്ഷൻസാണ്. കമ്മലുകൾ അവൾക്കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കമ്മൽ വേറെ വാങ്ങിച്ചില്ല. ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പിങ്ക് കമ്മലുകൾ എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇത് കണ്ടത് റെഡ് കല്ല് വെച്ച കമ്മലുകൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ പറ്റും. കുഞ്ഞ് റെഡ് കല്ലിൻ്റെ ആട്ടോ. ഇത് ഫുൾ സ്റ്റെഡുകളാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ട്രഡീഷണൽ ഡാൻസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മോഹിനിയാട്ടം, അതുപോലെ ഭരതനാട്യം, അങ്ങനെയൊക്കെ നമ്മൾ കളിക്കും. അതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇത് നല്ല വെറൈറ്റി വളകളുടെ കളക്ഷൻസ് നമുക്ക് നമ്മുടെ സാരിക്ക് അതിൽ ചുരിദാറിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ട്രെൻഡി വളകളാണിതെല്ലാം. അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെയാണ്. അങ്ങോട്ടൊരു റോ മുഴുവനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതൊക്കെ സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് സ്യൂട്ട് ചെയ്യും കേട്ടോ. നമുക്ക് മാച്ചിങ് ആയിട്ട് ഇടാമല്ലോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് അങ്ങോട്ട് അകത്തേക്ക് നിറച്ച് പിന്നെ വളകളുടെ കളക്ഷൻസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വളകളെല്ലാം. ഇതാ കണ്ടോ, അതാ റോ മുഴുവൻ അങ്ങോട്ടാണ്. പിന്നെ നമുക്ക് നടന്ന് തീരാത്തത്രയേ ഉണ്ട് വളകൾ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കാശുമാല, അതുപോലെ പാലക്കാമാല, പിന്നെ ചെറിയ ചെറിയ മുല്ലമുട്ടും മാലകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതേ വീട്ടിലെത്തി. ഇത് എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിക്കാം കേട്ടോ. ഇത് 3 ഡസനുണ്ട് നമ്മൾ വാങ്ങിച്ച വള. പിന്നെ ഇതേ ഇങ്ങനത്തെ പൊട്ട് വാങ്ങിച്ചു. കാരണം വെറുതെ സിൽവർ കളർ പൊട്ടാവുമ്പോഴേ കല്ലി വെച്ച പൊട്ടാവുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതാവുമ്പോൾ ഡ്രസ്സിന് മാച്ചിങ്, പിങ്ക് കളർ ഡ്രസ്സിന് പിങ്ക് പൊട്ട് തൊടാലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പിങ്ക് ഉണ്ട്, അതിന് കളറുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ ഈ ഒരു നല്ലൊരു മാലയാട്ടോ. ചെറിയ ചെറിയ സ്റ്റോൺസാണ് മൊത്തം ഉള്ളത്. അത് വാങ്ങിച്ചു. അതിൻ്റെ കമ്മൽ ഇപ്പോൾ ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ അങ്ങനെ വിട്ടുപോയതാണ്. അത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആണിയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഞാൻ വാങ്ങിച്ചത് മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇതെല്ലാം. ഞാൻ കമ്മൽ വാങ്ങിയില്ല. നെക്സ്റ്റ് ടൈം പോകാം കേട്ടോ അവിടെ വാങ്ങിക്കാനായിട്ട്. കാരണം ഞാൻ കുറേ ഇതാണ് ക്രൗൺ കേട്ടോ. ഇതാണ് പ്രധാനമായിട്ട് വാങ്ങിക്കാൻ പോയത്. ഇത് കണ്ടിട്ടില്ലേ, നമ്മുടെ മിസ് വേൾഡിൻ്റെയൊക്കെ മത്സരങ്ങളിൽ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ക്രൗണും വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഒരു ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തായിരുന്നില്ലേ? ഒരു ചെറിയ രീതിയിലുള്ള ഈ ക്രൗണും അതുപോലെ വളകളും മാലകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞാനൊരു ലൈക്കും ഷെയറും നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.